ഹലോ എവ്രി വൺ, നമുക്കിന്നൊരു സമ്മർ റെഡി സ്വെറ്റ് പ്രൂഫ് മേക്കപ്പ് റുട്ടീൻ ചെയ്താലോ? ഞാൻ ഓൾറെഡി മോർണിംഗ് സ്കിൻ കെയർ ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ ഒരു CC ക്രീമാണ് ഉപയോഗിക്കുന്നത്. CC ക്രീം സമ്മറിൽ കൂടുതൽ ബെറ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അധികം ബ്ലീഡൊന്നും ചെയ്യില്ല, കുറച്ചുകൂടി ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഞാൻ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യാണ്. ഇത് സ്വെറ്റ് ചെയ്യുമ്പോൾ മേക്കപ്പ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യും. ക്യാപ്സൽ എടുത്ത് മാത്രം ലൈറ്റ് സ്ട്രോക്സ് വെച്ചിട്ട് പതുക്കെയാണ് ഫില്ല് ചെയ്യുന്നത്. ഐബ്രോസ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഫേസ് ഒന്ന് പുട്ട് ടുഗെദർ ലുക്ക് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാനൊരു ഐ ഷാഡോ ആണ് എടുക്കുന്നത്. പിങ്ക് ഐ ഷാഡോ ആണ് എടുത്തിരിക്കുന്നത്. അത് ഐലെറ്റ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐലെറ്റ്സിൽ ഫുള്ളായിട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടാണ് ഇടുന്നത്. ഇനി അതേ കളർ തന്നെ ഞാൻ ലോവർ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കാജൽ എടുത്തിട്ട് ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യാണ്. മുകളിൽ മാത്രം ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നുള്ളൂ, താഴെ ഹാഫായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കളേർഡ് ഐലൈനറാണ് എടുക്കുന്നത്. സമ്മേഴ്സിൽ കളേർഡ് ഐലൈനേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും അല്ലേ? ഞാനിപ്പോൾ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്, എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം മാർക്കറ്റിൽ പല കളറിൽ ഐലൈനേഴ്സ് അവൈലബിൾ ആണ്. ഇത് മേബിലിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഞാനിത് ഐലാഷിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ പ്രൂഫ് മസ്കാരാസ് സമ്മറിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് മസ്കാര ലോവർ ലാഷസിലും മുകളിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എക്സസ് ആയിട്ടുള്ള ലിപ് ബാം റിമൂവ് ചെയ്ത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്ക് ബ്ലീഡ് ആവാതിരിക്കാനും കൂടുതൽ ടൈം ലിപ്പ് കളർ സ്റ്റേ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെറുതായിട്ടൊരു സ്മൈൽ ലൈൻ കൂടെ ഇടുന്നുണ്ട്. പിന്നെ അതേ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷാണ്. ഞാനൊരു ലിപ്സ്റ്റിക്കാണ് ഇവിടെ ബ്ലഷായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ അതേ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ലിപ്പ് ഒന്ന് ചെറുതായിട്ട് കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫിംഗേഴ്സ് വെച്ച് ആദ്യം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സൺലൈറ്റ് നമ്മുടെ ഫേസിൽ എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നു അവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഹൈ പോയിൻറ്റ്സ് ഓഫ് ദ ഫേസ്, അപ്പോൾ ബ്രോ ബോൺ, നോസിൻ്റെ ബ്രിഡ്ജ്, ലിപ്സിൻ്റെ മുകളിലത്തെ ഭാഗം, പിന്നെ ചിൻ ഏരിയ. പിന്നെ ഞാനൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് പിന്നെയും ബ്ലെൻഡർ വെച്ച് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് മുഖത്തോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു ബട്ടർഫ്ലൈ ഇയറിങ്സ് ഇട്ടു. ഇനി ലിപ് ഗ്ലോസ് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ലുക്ക്. That's it, I'm ready. Thanks for watching. Bye bye.